അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇന്നിപ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥി എം സ്വരാജ് പറയുന്നു ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വികസന വിഷയങ്ങൾ, അതാണ് തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാകേണ്ടത്. പക്ഷെ ദൗർഭാഗ്യവശാൽ വർഗീയ വിഷയങ്ങളിലേക്ക് പോയെന്ന്. ആര് കൊണ്ടുപോയി? വർഗീയ വിഷയങ്ങളിലേക്ക് ആര് കൊണ്ടുപോയി? വർഗീയ വിഷയങ്ങൾ ഇതാ ഈ അവസാന ദിവസവും അതിൽ തന്നെ പിടിച്ചു നിൽക്കുന്നത് ആരാണ്? ഞങ്ങൾ ഈ മണ്ഡലത്തിൽ വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് ആദ്യഘട്ടം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഒരു മാസം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ മെയ് മാസം 23-ാം തീയതിയാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാമത് പ്രോഗ്രസ് റിപ്പോർട്ട് സംസ്ഥാനത്ത് സമർപ്പിച്ചത്, ജനങ്ങൾക്ക് സമർപ്പിച്ചത്. സോഷ്യൽ മീഡിയയിലെല്ലാം അത് വളരെ വ്യാപകമായി തന്നെ ആ പ്രോഗ്രസ് റിപ്പോർട്ടുണ്ട്. ജനങ്ങൾക്കെല്ലാം ഈ ഗവൺമെൻറ് ചെയ്ത വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ചർച്ച ചെയ്യാനും, നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അവ സമർപ്പിക്കുവാനും, അതുപോലെ തന്നെ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും, ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും ഉള്ള അവസരം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് മുമ്പെങ്കും ഇല്ലാത്ത രൂപത്തിൽ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഗവൺമെൻറ് പുറത്തിറക്കിയത്. 14 ജില്ലകളിലും ഇതിൻ്റെ അവലോകന യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്തു, ജനങ്ങളെ നേരിട്ട് കണ്ടു, സംവദിച്ചു. അവർക്ക് പറയാനുള്ള നിർദ്ദേശങ്ങളെല്ലാം വീണ്ടും എഴുതിയെടുത്ത് തന്നെ പോകുന്നു. ആ സമയത്താണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത് ഈ വികസനത്തിൻ്റെ രാഷ്ട്രീയം തന്നെയാണ്. CPM-ൻ്റെ സ്ഥാനാർത്ഥി എവിടെ, OLX-ൽ തപ്പി, ഇന്നയാൾക്ക് മത്സരിക്കാൻ ധൈര്യമുണ്ടോ, മണ്ഡലം കമ്മിറ്റി ചുമതലപ്പെടുത്തിയില്ലേ, സംസ്ഥാന കമ്മിറ്റി ചുമതലപ്പെടുത്തിയില്ലേ, എന്നിട്ട് മത്സരിക്കാൻ മടി കാണിക്കുകയല്ലേ, അത് ധൈര്യമുണ്ടെങ്കിൽ വാ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളി ഉയർത്തിയത് UDF നേതൃത്വവും UDF-ൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും തന്നെയാണ്. ആ ഘട്ടത്തിലും ഞങ്ങൾ വളരെ സംയമനത്തോടെ തന്നെയാണ് പ്രതികരിച്ചത്. ഞങ്ങൾ പറഞ്ഞു, വരുന്ന വെള്ളിയാഴ്ച മെയ് മാസം 30-ാം തീയതി CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടും, ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വെച്ച് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കൃത്യമായി പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പ്രഖ്യാപിച്ചു, സ്ഥാനാർത്ഥിയുമായിട്ട് രംഗത്തേക്ക് ഇറങ്ങി. ഒരു ഘട്ടത്തിൽ പോലും വിവാദത്തിൻ്റെ ഒരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുവാനോ ഏതെങ്കിലും തരത്തിൽ ഒരു വികസനത്തിൻ്റെതല്ലാത്ത ഒരു വാക്ക് ഞങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. സാധാരണ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ കാണാറുണ്ട്, സ്വന്തം വീടിന് കല്ലെറിഞ്ഞിട്ട് അത് വലിയ ചർച്ചയാക്കി മാറ്റിയത്, ഒരു സ്ത്രീ മുടി മുറിച്ചിട്ട് അത് CPM-കാർ മുറിച്ചതാണെന്ന് പറഞ്ഞത്, അതുപോലെ തന്നെ സ്വന്തം വീടിൻ്റെ ഒരു ഭാഗം കത്തിച്ചിട്ട് അത് CPM-കാർ കത്തിച്ചതാണെന്ന് പറഞ്ഞത്, വാളയാർ കേസടക്കം വന്ന് ആ കേസിലെ ഒരമ്മയെ കൊണ്ടുവന്ന് എല്ലാ ജില്ലകളിലും പ്രസംഗിപ്പിച്ച് ആ തെരഞ്ഞെടുപ്പിൽ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചത്, അങ്ങനെ നിരവധി വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ പല ഘട്ടങ്ങളിലും UDF കാണിച്ച ശ്രമം, അന്നൊക്കെ ഞങ്ങൾക്ക് മറുപടി പറയേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിൽ പോലും ഒരു ഇടതുപക്ഷ നേതാവിൻ്റെ കയ്യിൽ നിന്നും ഒരു തരത്തിലും വിവാദപരമായിട്ടൊരു പ്രസ്താവന, ഒരു വാചകം, ഒരു വാക്ക് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വികസനത്തിൻ്റെതല്ലാത്ത രാഷ്ട്രീയം ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്ന വിഷയങ്ങളിൽ ഞങ്ങൾക്ക് മറുപടി പറയേണ്ടി വന്നിട്ടുണ്ട്. പെൻഷൻ കൈക്കൂലിയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കതിനെ മറുപടി പറയേണ്ടി വന്നിട്ടുണ്ട്. പിണറായിസം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എന്നാൽ ആ പിണറായിസം ഞങ്ങൾ അംഗീകരിക്കുന്നു. കാരണം എന്താ, ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതാണ് പിണറായിസമെങ്കിൽ ആ പിണറായിസം ഈ കേരളത്തിലുണ്ട്. എല്ലാവർക്കും വീട് കൊടുക്കുന്ന ലൈഫ് പദ്ധതി പൂർണ്ണമായി നടപ്പാക്കുന്നതാണോ പിണറായിസം? അങ്ങനെയെങ്കിൽ അതിവിടെ ഉണ്ട്. എല്ലാവർക്കും ഭൂമിയുടെ ഉടമസ്ഥന്മാരാക്കി മാറ്റുന്ന പട്ടയ വിതരണം കാര്യക്ഷമമാക്കുന്നത് പിണറായിസമാണോ? ഇവിടെയുണ്ട്. പണ്ട് ലാഭകരമല്ലെന്ന് പറഞ്ഞ സ്കൂളുകൾ അടച്ചുപൂട്ടി 4632 സ്കൂളുകളാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അടച്ചുപൂട്ടിയത്. ഇവിടെ സ്കൂളുകളെല്ലാം ഏറ്റവും ഉജ്ജ്വലമായി ഹൈടെക് ആക്കി മാറ്റി എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്ന വിദ്യാഭ്യാസ രംഗത്ത് സമാനതകളില്ലാത്ത മാറ്റമുണ്ടാക്കുന്നതാണോ പിണറായിസം? ആ പിണറായിസം ഈ കേരളത്തിലുണ്ട്. ആരോഗ്യരംഗത്ത് ഏറ്റവും മികച്ച ആശുപത്രികളും സേവനങ്ങളും ഉറപ്പുവരുത്തുന്നതാണോ പിണറായിസം? അതിവിടെയുണ്ട്. അതിദാരിദ്ര്യ സർവേ നടത്തി ഒരാൾ പോലും ദരിദ്രരല്ല ആകുന്ന സ്ഥിതിയില്ലാതെ നവംബർ 1 പട്ടിണിയില്ലാത്ത നാടായി നമ്മുടെ നാടിനെ മുദ്രാവാക്യമായതുപോലെ പിണറായിസം എന്ന വാക്ക് നിങ്ങൾക്ക് തന്നെയുള്ള ഒരു നേട്ടമാകുന്നു അല്ലെ? നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാവുന്ന ഒരു വാക്കായി മാറുകയാണത്. പക്ഷേ ഞാൻ അതിലേക്ക് അത് കഴിഞ്ഞ ശേഷമുള്ള അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി, അവർ ഇത്തവണ UDF-നാണ് വോട്ട് ചെയ്യുന്നത് എന്ന് പ്രഖ്യാപിക്കുന്നു. അവരുടെ വോട്ട് കിട്ടും എന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് പറയുന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ പോരായ്മകളുണ്ട്, കുഴപ്പങ്ങളുണ്ട്, ഒക്കെ ശരി തന്നെ. പക്ഷേ ഈ അവസാന നിമിഷവും എത്ര ശതമാനം അവർ വരുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാം, എത്ര ശതമാനത്തെ അവർക്ക് സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ള കാര്യം അറിയാം. പക്ഷെ അപ്പോഴും വിശ്വാസികളുടെ വോട്ട് വേണം, വർഗീയവാദിയുടെ വോട്ട് വേണ്ട, ജമാഅത്തെ ഇസ്ലാമി UDF ബാന്ധവമാണ്. ഇതിങ്ങനെ ആവർത്തിച്ച് നാളെ അവസാന നിമിഷം വരെയും ആ കാര്യത്തിൽ മാത്രം ഊന്നുന്നതിന് പിന്നിലെ ബുദ്ധി എന്താണ്? അത് തെറ്റാണ്. ഞങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഊന്നുന്നില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ,
അവർ ഉയർത്തിക്കൊണ്ടുവന്ന ചില മുദ്രാവാക്യങ്ങളിൽ രാഷ്ട്രീയപരമായിട്ട് അതിനെ മറുപടി കൊടുക്കാനും അതിനെ ചെറുക്കാനും ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഒരു സുഹൃത്ത് ഇപ്പോൾ ആദ്യം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് എന്താ, മലപ്പുറം ജില്ലയിൽ ഒരു SP വന്നപ്പോൾ 3.5 കൊല്ലം കൊണ്ട് ഇത്ര കേസുകൾ പിടിച്ചു, അത് വലിയ പ്രശ്നമാണെന്നാ. ഈ നാട്ടിൽ ക്രൈം നടന്നാൽ, ആ ക്രൈം പിടിച്ചാൽ, കേസ് രജിസ്റ്റർ ചെയ്താൽ, പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നാൽ, ചിട്ടയായിട്ട് അതിന്റെ വിചാരണ പൂർത്തീകരിച്ചാൽ, ക്രിമിനലുകളെ ഒറ്റപ്പെടുത്തിയാൽ അത് വലിയ കുറ്റമായിട്ട് ഗവൺമെന്റിന്റെ തലയിലേക്ക് വയ്ക്കുക. എന്നാൽ ആ സുഹൃത്ത് കേൾക്കേണ്ടത്, കഴിഞ്ഞ 9 കൊല്ലമായി ഒരൊറ്റ വർഗീയ കലാപങ്ങൾ പോലും നടക്കാത്ത നാടാണ് നമ്മുടേത്. ക്രമസമാധാന പരിപാലനത്തിൽ ലോകത്തിന് മാതൃകയായ നാടാണ് നമ്മുടേത്. അതുപോലെ തന്നെ വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർക്ക്, ജാതിയിൽപ്പെട്ടവർക്ക് ഒരു തരത്തിലും വിദ്വേഷമില്ലാതെ ജീവിക്കാൻ, അന്തസ്സോടെ ജീവിക്കാൻ പറ്റിയ സാഹചര്യം, അതൊക്കെ വലിയ തെറ്റായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ജില്ലയെ അപമാനിച്ചു. അരുൺകുമാർ, പ്രശ്നമായത് മലപ്പുറത്ത് ആണ് ഏറ്റവും അധികം ക്രൈം ഉള്ളത്, അവിടെയാണ് സ്വർണ്ണക്കടത്തുള്ളത് എന്ന രൂപത്തിൽ പറഞ്ഞു എന്നുള്ളതാണോ വിഷയമാകുന്നത്? അതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ നൽകുന്ന റിപ്പോർട്ട് അതേപടി വിശ്വസിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അത് പ്രതികരണമായി കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ചാണ് PV അൻവർ സൂചിപ്പിച്ചത്. അതാണ് പിന്നീട് പ്രതിപക്ഷം ഏറ്റുപിടിക്കുന്നത്. കഴിഞ്ഞോ, ഒരു പോലീസുകാരൻ കൊടുക്കുന്ന റിപ്പോർട്ട് എന്നൊക്കെ പറയില്ലേ? താങ്കൾ ഒരു പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകയാണല്ലോ. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഉണ്ട്. ആ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ രാജ്യത്ത് നടക്കുന്ന ഓരോ ക്രൈമും പോലീസ് സ്റ്റേഷൻ അടിസ്ഥാനത്തിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അത് SP തലത്തിൽ അന്വേഷിച്ചാൽ, കാരണം ഓരോ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള റിപ്പോർട്ട് റൂറൽ പോലീസും സിറ്റിയിലെ പോലീസും കൺക്ലൂഡ് ചെയ്യും. അവരുടെ പോലീസ് അതിർത്തിയിൽ എത്രയാണോ കേസ് വരുന്നത്, അത്തരത്തിൽ കൺക്ലൂഡ് ചെയ്ത ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഭാഗമായി രാജ്യത്ത് പ്രസിദ്ധീകരിക്കുന്ന കണക്ക് പ്രകാരം ക്രൈം എത്ര, മനസ്സിലാക്കുന്നതിനെ എങ്ങനെയാണ് വിശദീകരിക്കുക? ഞാൻ പറയാം, അങ്ങ് സമയം തന്നാൽ മതി. ഓരോ ജില്ലയിലെയും ഓരോ റൂറൽ പോലീസ് അതിർത്തിയിലെയും കേസിന്റെ റെക്കോർഡ്സ് നമുക്ക് കൃത്യമായി നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. ഒരു വിമാനത്താവളം വഴി ഇപ്പൊ സംസ്ഥാനത്ത് പ്രധാനമായും തിരുവനന്തപുരം വിമാനത്താവളം, നെടുമ്പാശ്ശേരി വിമാനത്താവളം, കരിപ്പൂർ വിമാനത്താവളം, കണ്ണൂർ വിമാനത്താവളം, ഈ 4 വിമാനത്താവളങ്ങളാണ് പ്രധാനമായിട്ടുമുള്ളത്. ഈ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിൽ ഓരോ വർഷവും രജിസ്റ്റർ ചെയ്യുന്ന കണക്കെടുക്കുക കേസുകളുടെ. അതിൽ സ്വർണ്ണക്കള്ളക്കടത്തും മറ്റ് ഹവാല പണത്തിന്റെ കേസെടുക്കുക. അത്തരത്തിൽ വസ്തുതകൾ വച്ചുകൊണ്ട് ഇന്ന വിമാനത്താവളം വഴി ഇന്ന വർഷം ഇത്ര ക്രൈം നടന്നിട്ടുണ്ട്, അത് മുൻ വർഷങ്ങളിൽ നടന്ന ക്രൈമിനേക്കാൾ എണ്ണം കൂടുതലാണ്, അതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള വസ്തുക്കൾ, അത് സ്വർണമായാലും പണമായാലും അതിന്റെ തോതിൽ വർധനവുണ്ടായിട്ടുണ്ട് എന്ന കണക്കുകൾ പൊതുസമൂഹത്തിലുള്ളതാണ്. ജനങ്ങൾക്കെതിരല്ല. അല്ല, ഒരു ദേശീയ മാധ്യമത്തിന് നൽകുന്ന അഭിമുഖത്തിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തെ എടുത്തു പറഞ്ഞ മുഖ്യമന്ത്രി അത് പ്രതികരിക്കുന്നതിൽ ദുരർത്ഥമുണ്ട്, ദുസ്സൂചനകളുണ്ട്, അല്ലെങ്കിൽ മറ്റാരുടെയോ താല്പര്യം സംരക്ഷിക്കാനാണ് എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? അതാണ് ഇപ്പോൾ നിലമ്പൂരിൽ പ്രധാനപ്പെട്ട വിഷയമായി PV അൻവർ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്തത്, PV അൻവറിന് അവിടെ സ്വാധീനമുണ്ട് എന്ന് അഡ്വക്കേറ്റ് സാജിദ് ബാബു വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പറയുകയാണ്. അരുൺകുമാർ, കഴിഞ്ഞ 9 വർഷവും CPM-മായി ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തിക്കുകയായിരുന്നു PV അൻവർ. അദ്ദേഹം ഒരു സ്വതന്ത്രനായിരുന്നെങ്കിലും അവിടെ പാർട്ടിക്കാരൻ എന്ന മട്ടിൽ തന്നെ പാർട്ടിയുടെ യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും, പാർട്ടി ചുറ്റുവട്ടത്തിന്റെ തടസ്സങ്ങളില്ലാതെ പ്രവർത്തിക്കാൻ കഴിഞ്ഞതാണ് PV അൻവറിന്. സ്വാഭാവികമായും പാർട്ടി പ്രവർത്തകർക്കിടയിൽ PV അൻവറിന് ഒരു സ്വാധീനം ഉണ്ടാകും. ആ സ്വാധീനം എന്ന് പറയുന്നത് നിങ്ങൾ ചോദിക്കും പോലെ അൻവറിന്റെ പാർട്ടിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കാം. അങ്ങനെ പരസ്യമായി പ്രകടിപ്പിക്കാതെ ഉള്ളിൽ കൊണ്ടു നടന്ന് PV അൻവറിനുള്ള അതേ വികാരം വോട്ടെടുപ്പിൽ പ്രകടിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന സഖാക്കളുമുണ്ട് എന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനുള്ളത്. അതിനെന്താണ് മറുപടി? അങ്ങ് ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞില്ല. ഞാൻ ഒരു മിനിറ്റോടെ മതി. അതായത്, എവിടെയെങ്കിലും ക്രൈം നടന്നു, ഇത്ര ക്രൈം ഉണ്ട്, അതിൽ ഇത്ര തൊണ്ടി മുതലുണ്ട് എന്ന് പറയുമ്പോൾ അത് എന്നെ ഉദ്ദേശിച്ചാണ്, അത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് ചിലർക്ക് തോന്നുന്നു. ആ തോന്നുന്നതിൽ തന്നെ ഒരു പെശകുണ്ട്. ഏതെങ്കിലും ക്രൈം നടത്തുന്ന തെമ്മാടികളെ, അതുപോലെ തന്നെ ഇത്തരത്തിൽ കള്ളക്കച്ചവടക്കാരെ, അതുപോലെ തന്നെ ഇത്തരത്തിൽ സ്മഗ്ലിംഗ് നടത്തുന്നവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നത് കൊള്ളാം, നല്ലത് എന്ന് പറയുന്നതിന് പകരം ഇത്ര കേസ് പിടിച്ചല്ലോ, അതിൽ ഇത്ര സ്വർണം ഇൻവോൾവഡ് ആയല്ലോ, അത് ഇപ്പൊ എന്തിനാ കൂടുതൽ പിടിച്ചത്, അത് പിടിച്ചത് ശരിയായോ എന്ന് ചോദിച്ച് അതിനെ കുറ്റം പറയുന്നതാണ് മഹാ അപരാധം. മുഖ്യമന്ത്രി ഒരു ജില്ലയുമായി ബന്ധപ്പെട്ട കണക്കാണല്ലോ പ്രത്യേകം എടുത്തു പറയുന്നത്. അതിൽ താല്പര്യമാണ് അവിടെ ചോദ്യം ചെയ്യപ്പെട്ടത്. ഇനി എന്റെ രണ്ടാമത്തെ ചോദ്യത്തിലുള്ള മറുപടി കൂടി പറഞ്ഞാൽ അടുത്ത ആളിലേക്ക് പോകാം.
അല്ല, അതിലേക്ക് പോകാം. പക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഒരു ജില്ല ക്രൈം ചെയ്യില്ലല്ലോ. ജില്ല എന്ന് പറഞ്ഞത് നമുക്കറിയാം ജില്ല എന്താണെന്ന്. ആ ജില്ലയിലുള്ള വിവിധ ആളുകളായിരിക്കുമല്ലോ ക്രൈം ചെയ്യുക. ആ ക്രൈമല്ലേ കണക്ക് വരിക. ആ ക്രൈം പൊതുസമൂഹത്തിലുള്ളത് തന്നെയാണ്. എത്ര തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയാലും സത്യസന്ധമായിട്ട് ജീവിക്കുന്ന, ജനാധിപത്യപരമായിട്ട് ജീവിക്കുന്ന, കുറ്റകൃത്യങ്ങളിൽ പെടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമല്ല. കുറ്റകൃത്യം തൊഴിലാക്കി മാറ്റിയവർക്ക് ഇതൊക്കെ ഒരു പ്രശ്നമാണ്. അവർ ആ പ്രശ്നം വീണ്ടും വീണ്ടും ഉയർത്തും. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ആത്മവിശ്വാസമുണ്ട്, CPM-ന്റെ വോട്ട് കിട്ടും എന്നൊക്കെ ഏതൊരു സ്ഥാനാർത്ഥിക്കും ആത്മവിശ്വാസമാകാം. ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനും ആത്മവിശ്വാസമാകാം. ചിലർക്ക് ആത്മവിശ്വാസം കൂടുതലുള്ളവരുണ്ട്, കുറഞ്ഞുള്ളവരുണ്ട്. ഒറ്റ കാര്യം, 2 ഏരിയ കമ്മിറ്റികളാണല്ലോ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ളത്. ഒരൊറ്റ ഏരിയ കമ്മിറ്റി മെമ്പറെ അവർക്ക് കിട്ടിയില്ല. 10-15 ലോക്കൽ കമ്മിറ്റികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരു ലോക്കൽ കമ്മിറ്റിയുടെ ലോക്കൽ കമ്മിറ്റി അംഗത്തെ അൻവറിന്റെ കൂടെ കൂട്ടാൻ കിട്ടിയില്ലല്ലോ. 10,000-4,000-ഓളം പാർട്ടി മെമ്പർമാരുണ്ടല്ലോ. പേരിന് ഒരു പാർട്ടി അംഗത്തെ പോലും ശ്രീ PV അൻവർ പോയപ്പോൾ കൂടെ കൂട്ടാൻ, വലത് കൈ പിടിക്കാൻ ഇടത് കൈ പിടിക്കാൻ കൂടെ കിട്ടിയില്ലല്ലോ. ഇപ്പൊ പറയുന്നത് ചില അനുഭാവികൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. അതൊക്കെ സ്വപ്നം കണ്ടോളുക. നല്ല നല്ല സ്വപ്നം കാണുക എന്നുള്ളത് എല്ലാ ജനങ്ങളുടെയും ഒരു പ്രത്യേകതയാണ്. സ്വപ്നം കണ്ടോട്ടെ. പിന്നെ 9 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്നയാൾ, അവിടെ തന്നെ താമസിക്കുന്നയാൾ, പണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്നയാൾ, നിരവധി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചയാൾ, വ്യക്തിബന്ധമുള്ളയാൾ, ചിലപ്പോൾ വോട്ടൊക്കെ കിട്ടും. അത് കിട്ടിക്കോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന്റെ വോട്ടിൽ ഒരു വിള്ളലും ഉണ്ടാവില്ല. നിങ്ങളുടെ വോട്ട് എത്ര പോകും? പാർട്ടി വോട്ട് അല്ലല്ല അരുൺകുമാർ, പാർട്ടി വോട്ട് കൊണ്ട് മാത്രം ജയിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം നിലമ്പൂരിൽ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അധിക വോട്ട് എവിടെ നിന്നാണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഇടതുപക്ഷം മനസ്സുള്ളവരുടെ ഒറ്റ വോട്ട് പോവില്ല. അത് തൂത്തു തുടച്ചു വാരി ഞങ്ങൾ അങ്ങ് എടുക്കും. ഈ ജമാഅത്തെ ഇസ്ലാമി ആവർത്തിച്ച് പറയുമ്പോൾ വല്ല നേട്ടം ഉണ്ടാവും? ജയിക്കാൻ വേണ്ടി വോട്ട് ജമാഅത്തെ ഇസ്ലാമി കുറച്ച് ഉറച്ച് നാളെ വൈകുന്നേരം വരെ പറഞ്ഞാൽ നേട്ടം ഉണ്ടാവുമോ? അല്ല, ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്ന രാഷ്ട്രീയം ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം തീരുന്ന സമയം വരെയല്ല. ഞങ്ങൾ ആ രാഷ്ട്രീയം എന്നും പറയും. ഈ തെരഞ്ഞെടുപ്പ് തോറ്റാലും പറയും, ജയിച്ചാലും പറയും. അതാണ് 2026 കൂടിയുള്ള കരുതലാണത്. 2026 കൂടി വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമാണത് അല്ലേ? 26 ആയാലും 31 ആയാലും ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം അത് തെരഞ്ഞെടുപ്പുകൾ നോക്കിയിട്ടല്ല ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഏത് സമയത്ത് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും. പിന്തുണയ്ക്കുന്നവർ എങ്ങനെയാണല്ലോ തെരഞ്ഞെടുപ്പുകൾ നോക്കി, സ്ഥാനാർത്ഥിയെ നോക്കിയൊക്കെയാണ് പിന്തുണ നൽകിയിട്ടുള്ളത്. നിങ്ങൾക്കും നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് നൽകുമ്പോൾ നല്ലവർ, നിങ്ങൾക്ക് നൽകാത്തപ്പോൾ വർഗീയവാദികൾ. ഇതാണല്ലോ അതിന് പിന്നിലെ നിങ്ങൾ പറയുന്ന ഒരു വാദം. ഞാൻ വരാം. ഞാൻ അടുത്ത 2 പേരിലേക്കും പോകേണ്ടതുണ്ട്, ലീഗ് പ്രതിനിധിയിലേക്കും അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടി പ്രതിനിധിയിലേക്കും. ശരി, വേഗം പോയിക്കോളൂ. അര മിനിറ്റ് ഞാൻ കൺക്ലൂഡ് ചെയ്തോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 99 സീറ്റാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 കേരളത്തിലെ ജനത നൽകിയത്. അത് 99ഉം ഞങ്ങൾക്ക് ഉണ്ടാകും. സഖാവ് M സ്വരാജ് വീണ്ടും നിയമസഭയിലേക്ക് എത്തും. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഏതു പദവിയും ഏൽപ്പിക്കാൻ കഴിയുന്ന വ്യക്തിത്വം എന്ന രൂപത്തിൽ അദ്ദേഹത്തെ നിയമസഭയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് നിലമ്പൂരിലെ ജനത ശിരസാ വഹിച്ച് ഏറ്റെടുക്കും. അതിൽ ഒരു സംശയമില്ല. ഞങ്ങളുടെ വികസനത്തിന്റെ രാഷ്ട്രീയത്തിന് പൂർണ്ണമായിട്ടുള്ള അംഗീകാരം ഈ ജനങ്ങൾ നൽകും. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.